യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അവന്റെ നാം ചങ്ങാക്കിട്ട് സോത്തുപോയല്ലേ, അവന്റെ ചങ്ങാക്കിട്ട് നാ സോത്തുപോയല്ലേ. ലഖദ് അവല്ലനി അനി ദിക്ർ, പടച്ചോണ്ട് തൊട്ട് മറപ്പാട്ടിയത് അവനായിട്ടിക്കടേ. ചില മനുഷ്യന്മാർ നിസ്കരിച്ചോണ്ടിക്കടാറ്, ഖുർആൻ ഓതിക്കൊണ്ടിക്കടാറ്, ബഡ്ഡി വ്യവഹാരം ആക്കിക്കൊണ്ടിക്കല്ലേ, ഒരുക്കം തൊട്ടുട്ടേക്കല്ലേ, ഹറാമായി തിണ്ടിട്ടിക്കല്ലേ. നസീബ് ഏതോ ഒരു മനുഷ്യ വന്നുകൊണ്ട് അവന്റെ ചങ്ങായി പാടവിടെ. പിന്നെ അവനക്ക് ഇതെല്ലാം നിസ്സാര. അവനക്ക് പിന്നെ വ്യഭിചാരം സമസ്യ ആവില്ലേ, ബഡ്ഡി സമസ്യ ആവില്ലേ, അവന് പിന്നെ നിസ്കരിക്കാണ്ടിരിക്കുന്ന സമസ്യ ആവില്ലേ, അവന് കളവ് ചൊല്ലത് പിന്നെ സമസ്യ ആവില്ലേ. എന്തേ കാരണം? അവന് പിടിച്ച ചങ്ങായിയുടെ കാരണം കൊണ്ട്. ഇനി ഞങ്ങൾ മൗലിദ ആക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് എന്തിനു എടുക്കുള്ളി മൗലിദാക്കണു വേണു, റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലണം. ഓക്കെ ആയെങ്കില നാന്ന് ഒരു ചെറിയ സമയത്തിൽ നിങ്ങൾക്ക് ഓർമ്മയാക്കണേ കണിക്കത്തെ വിഷയം എന്തിനു ചൊന്നെങ്കിൽ ആ റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലുക, റസൂലുള്ളാഹിയുടെ ബഹുമാനം ചൊല്ലുക, ആ റസൂലുള്ളാഹിയെ എത്ര കണ്ട് അംഗീകരിക്കടാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുഅ്മിനാവുക നമ്മൾ സാധ്യാവൂടാ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഗണിക്കത്തെ ഒരു മുസ്ലിമാവുക നമ്മൾ സാധ്യാവൂടാ എന്നെങ്കിൽ അതായിട്ട് റസൂലുള്ളാഹിക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഗണിക്കത്തെ ഏറ്റവും വലിയ മഹത്വം അതായിട്ട് ഞങ്ങൾ റസൂലുള്ളാഹിയുടെ ആ ചൊത്തു തന്നെ പോലെ ആ നടുവലിക്കല് ഞങ്ങ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ റസൂലുള്ളാഹിക്ക് റെസ്പെക്ട് വെച്ചങ്ങാവൂടാ. കാരണം റസൂൽ ഒരു പലക്ക ചൊന്നൊരു ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവലെ ഹത്താ യകൂന ഹവാ, അവന്റെ ഡിസൈർ, അവന്റെ ആശ, അവന്റെ ബയക്ക്, അവന്റെ ഉദ്ദേശ എല്ലാവും കൂടി ഞാൻ എന്തിനെ ചൊന്നൊരു അതാവണോ. അതായില്ലാണ്ട് കണ്ടെങ്കിൽ നണ്ടിട്ടുക അവന് ഈമാനുള്ളവനല്ല, അവന് മുഅ്മിനാവില്ലേ. ഞാൻ ഈ ദുനിയാവുക്ക് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ഇതൊക്കെ ഒരു പർപ്പസ്, ഇതൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ വെറുതെ വന്നതല്ല, ഞാൻ വന്ന ഗണിക്കത്തെ ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ ഇല്ലാണ്ട് കണ്ടെങ്കിലേ മുഅ്മിനാവലെ. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രാമുഖ്യത്തെ ഉള്ള ഗണിക്കത്തെ ഒരു വിഷയം ചെന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ലൈഫിടെ ആ റസൂലുള്ള പൊരുത്തപ്പെട്ട പോലെ ആക്കുന്നതായിരിക്കും, ആ റസൂലുള്ളാഹിക്ക് തൃപ്തിപ്പെട്ട രീതിയിലായിട്ട് ഞങ്ങൾ നടക്കുന്നതായിട്ടിരിക്കട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു ചൊന്ന നിങ്ങളെ നബിയിൽ നല്ല ഒരു മാതരിയുണ്ട്, ഒരു മോറലുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കൂ. പിന്നെയും ചൊന്ന അല്ലാഹു അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, ബാക്കി എല്ലാത്തെ കാട്ടിയാണ് നിങ്ങ പ്രാമുഖ്യത്തെ കൊടുക്കണായത് നിങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അംഗീകരിക്കണായത്, മോറലായിട്ട് ഒരു മാതരിയായിട്ട് സ്വീകരിക്കണായത് ആറ്? അല്ലാഹു ചൊല്ലാ ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുടെ ആഗ്രഹിക്കുന്നവനും അള്ളാഹു വേണുണ്ട് ചൊന്നെങ്കിൽ അവനുക്ക് റസൂലുള്ള മാതരിയുണ്ട്. ഇത് അഹ്സാബ് സൂറത്തില് 22ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊന്നത്. അള്ളാഹു ഒരാൾക്ക് പേരുണ്ടായെങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിൽ മാതരിയുണ്ട്. എന്തൊരു അത്ഭുതകരമായ ഒരു വിഷയമായിട്ട്. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, പിന്നെ നബി ചൊല്ലുണ്ട് നിങ്ങൾ പടച്ചോണ്ട് ഇഷ്ടപ്പെട്ടേണ്ടായെങ്കിൽ കണ്ടീഷൻ അള്ളാഹു റസൂൽ ചൊന്നത് ഫത്തബിഊനി, നന്റെ നിങ്ങൾ അനുസരിക്കൂ. അള്ളാഹു നിങ്ങൾ വേണ നന്റെ പരിചയത്തെ പറൂ, നന്റെ അനുസരിക്കൂ. അള്ളാഹു ചൊന്നെ റസൂലുള്ള മാതരിയുണ്ട് ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുടെ ആഗ്രഹിക്കുന്ന ഗണിക്കത്തെ, അള്ളാഹുടെ ഉദ്ദേശിച്ച ഗണിക്കത്തെ ആളുകൾ. ഇത് രണ്ടും മനസ്സിലാക്കൂ. നിങ്ങൾ റസൂലുള്ള ചൊന്നതും അള്ളാഹു ചൊന്നതും രണ്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കറോ. അതിൽ നിങ്ങൾ മനസ്സിലാവട് റസൂലുള്ളാഹിനെ വിട്ടിട്ട് ഒരു നിലക്കും അള്ളാഹുമായിട്ട് അടുക്കുക സാധ്യയില്ല. അതേപോലെ ഇനി നാം നിങ്ങൾക്ക് ഓർമ്മയാക്കുന്ന ഗണിക്കത്തെ വിഷയം നോക്കരുത്. നിങ്ങളുടെ ജീവനം എങ്ങനെയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ചൊന്നത് ഗണിക്കത്തെ ഓരോ വിഷയത്തിൽ ഞങ്ങൾ എത്രമാത്രം പിറകെ പോകുന്നുണ്ടുള്ള ദുനിയാവ് ഞങ്ങളെ ചതിച്ചോണ്ടുണ്ട്. ഞങ്ങൾക്ക് 4 ശത്രുക്കളുണ്ട്. 4 ശത്രുക്കളെ മധ്യ ഞങ്ങൾ ഉള്ളത്. അതിൽ ഒന്ന് ദുനിയാവ് ഞങ്ങളെ ചതിച്ചോണ്ടുണ്ട്.
വിശദമായ ഭാഗം പിന്നെ ചൊല്ലുടെ. ദുനിയാവ് നിങ്ങളെ ചതിച്ചോണ്ടുണ്ട്. ഇത് നാണ് ചൊല്ലുന്ന എന്റെ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാരും മരിക്കുകൊണ്ട് അങ്ങ് ആക്കിഗണിക്കത്തെ അമലുകളെ കാണുകൊണ്ട്. അത് മാത്രമല്ല വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ചതിക്കട് ദുനിയാവായിട്ടിക്കട്. ഈ ദുനിയാവ് ചൊല്ലൊരു ചറക്കുണ്ടല്ലേ, ഇത് നിങ്ങളെ ചതിക്കടതായിട്ടിക്കട്. അതുകൊണ്ട് ഒന്നാമത്തെ ശത്രു അത് ദുനിയാവായിട്ടിക്കട്. രണ്ടാമത്തതോ ഞങ്ങൾ മനസ്സിലാക്കുള്ള ഗണിക്കത്തില്ല ശൈത്താനായിട്ട്. ഷൈത്താൻ നിങ്ങൾക്ക് ശത്രുവായിട്ടിക്കട്. ആ ശത്രുടെ നിങ്ങൾ ശത്രുവാക്കറു. ഷൈത്താന്റെ നിങ്ങൾ ശത്രുവാക്കുന്ന ചൊന്നേ. അപ്പൊ രണ്ടാമത്തെ ആ ഒരു ശത്രുവായിട്ടിക്കട് ഞങ്ങളത് ആര് ചൊന്നെങ്കിൽ ഷൈത്താൻ. അപ്പൊ ദുനിയാവ് ഒരു ഭാഗത്ത് ഞങ്ങളെ ശത്രുവായിട്ട്, ഷൈത്താൻ പിന്നൊരു ഭാഗത്തിലുണ്ട്. പിന്നെ ആറ്, പിന്നെ കുറെ മനുഷ്യന്മാരുണ്ട്. സൂറത്ത് ഓതില്ലേ, അത് ലാസ്റ്റ് കൊണ്ടല്ലേ മിനൽ ജിന്നതി വന്നാസ്. എന്തിനാ അള്ളാഹുവോട് ചൊല്ലേ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അല്ലാഹുവേ കാക്ക് റബ്ബേ, ഖുൽ നബിയെ ചൊല്ലറു അഊദു ബിറബ്ബിന്നാസ്. മനുഷ്യരെ അള്ളാഹുവോട് നാ കാവല് തേട്ടെ, സംരക്ഷണ നാം ഇത് കേട്ടോണ്ടുള്ളേ. എന്തിനെ തൊട്ടിട്ട് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസായ ഇബ്ലീസിനെ തൊട്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഹൃദയത്തിൽ വസ്വാസാക്കടെ കണിക്കത്തെ ഇബ്ലീസിനെ തൊട്ട്. പിന്നെ മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്, ജിന്ന് വർഗമുണ്ട്. ഈമാനില്ലാത്ത ജിന്ന് വർഗം, അത് ശൈത്താന്മാരെ കൂട്ടമായിട്ടിക്കടെ. ഇബ്ലീസ് ജിന്ന് വിഭാഗം, അതുപോലെ വന്നാസ് മനുഷ്യന്മാരെ തൊട്ട് കാക്ക റബ്ബേ. അപ്പൊ ദുനിയാവിന് നമുക്ക് ജീവിക്കുമ്പോ ഒരു ഭാഗത്തിൽ ദുനിയാവ് നിങ്ങളെ ചതിക്കട്ടെ, രണ്ടാമത്തെ ഭാഗത്ത് ശൈത്താൻ നിങ്ങളെ ചതിക്കട്ടെ ഇബ്ലീസ്, മൂന്നാമത്തെ ഭാഗം മനുഷ്യന്മാർ നിങ്ങളെ ചതിക്കട്ടെ. ദുനിയാവിൽ പല ചതിയും ഉണ്ടാവും. ഇനി നാലാമത്തെ ഒരു ശത്രുവും കൂടിയുണ്ട്. അതാരാ? ഞങ്ങളെ സോപ്പാട്ടെ കണിക്കത്തെ നാലാമത്തെ ഒരു ശത്രു ഉണ്ട് ഞങ്ങളൊട്ടുക. അതാരാ? ആരുണ്ട് ചൊല്ലാമോ? ആർക്കും പരിചയം ഉണ്ടാ? ഞങ്ങളെ മുന്നുള്ള ദുനിയാവ് ഞങ്ങളെ ശത്രുവായിട്ടിക്കട്. ഒമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഞങ്ങളെ ചതിക്കടെ സ്വത്തായിട്ടിക്കടെ ഈ ദുനിയാവ്. രണ്ടാമത്തെ ശൈത്താൻ, ഇന്ന ശൈത്താന അദുവ്വുൻ, ഖുർആൻ. മൂന്നാമത്തെ ശത്രു മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യന്മാരിൽ പലരും ഞങ്ങളെ ചതിച്ചു വിട്ടറ്. മനുഷ്യന്മാരെ കൊണ്ട് നിങ്ങൾ ഹലാക്കായി പോണ്ട, ശൈത്താന്മാരെ കൊണ്ട് ഹലാക്കായി പോണ്ട, ദുനിയാവും നിങ്ങൾ ഹലാക്കായി പോണ്ട. പിന്നെ ഒന്നുണ്ട് അതിപ്രധാനമായ ഒരു ശത്രു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചൊല്ലാ ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഞങ്ങളെ തടിയായിട്ട് ഞങ്ങളെ ശത്രുവായിട്ടുള്ളത് ഞങ്ങളെ തടിയായിട്ടിക്കട്. എല്ലാ വേണ്ടാത്തതും ഞങ്ങൾ പഠിപ്പാട്ടിനാറ്. ഞങ്ങളെ തടി, ഞങ്ങളെ മനസ്സ്. എല്ലാ ഹറാമിയത്തിന് പോണു ഞങ്ങളെ പ്രേരണാക്കിയതാറ്. ഞങ്ങളെ തടി. വേണ്ടാത്തതാക്കുക ഞങ്ങളെ പ്രേരണാക്കിയതാറ്. ആണാവട്ടെ പെണ്ണാവട്ടെ, എത്ര ചൊന്നിക്കും നാം കേൾക്കില്ലല്ലേ ഞങ്ങളെ തടിയെ ഇഷ്ടത്തുക. എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം 4 വിധത്തിലുള്ള ശത്രുങ്ങളെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടിക്കുമ്പോ ഈ ശത്രുങ്ങളെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ഈ 4 വിധത്തിലുള്ള ശത്രു ഞങ്ങളെ മുന്നിലിരിക്കുമ്പോ ഞങ്ങൾ ബച്ചവാവണ്ടേ? ബച്ചവാവനെങ്കിൽ എക്സ്പെരിമെന്റ് ഞങ്ങൾ അഭ്യാസങ്ങളെ പതിവാക്കും.
ഈ 4 ശത്രുക്കളെ തൊട്ടും ഞങ്ങൾ സലാമത്താവിട, ഗ്യാരണ്ടി സലാമത്താവിട. ആത്മാഭിമാനത്തില് നാനൊന്നും നന്റെ മക്കൾക്ക് വേണ്ടാത്തത് നാണ് കാട്ടിട്ടില്ല, നന്റെ മക്കൾക്ക് നാണ് ഒരു നിരക്കും തെരുതപ്പി പോയിട്ടില്ല ചൊന്നിട്ട് ആത്മാഭിമാനത്തിൽ ചൊല്ലുന്നതിനെ കൊണ്ട് സാധ്യമാവും. അങ്ങനെ ആവുന്ന സാധ്യമുണ്ട്, തെരുങ്ങുണ്ട്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മയാക്കിയത് സ്വർഗ നരകണ്ട്. സ്വർഗ വെറുതെ കിട്ടില്ല. സ്വർഗത്തെ മുന്നുള്ള കുറെ വെറുക്കുന്ന വസ്തുക്കളുണ്ട്, വെറുക്കരുത്. എന്തേ സ്വർഗ കിട്ടണമെങ്കിൽ അതിനെ മുന്നുള്ള കുറെ ഞങ്ങൾ ആവാത്ത വസ്തുക്കളല്ല വെച്ചിട. സ്വർഗ അപ്പുറത്തുണ്ട്. ഉജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരി, ബലഭാഗത്തിൽ സ്വർഗമുണ്ട്. ആ സ്വർഗത്തെ ഭാഗത്തിൽ കുറെ നമുക്ക് ആവാത്ത വസ്തുക്കളെ വെച്ചിടാം. ഞങ്ങൾ അത് ആവിടെയില്ലേ. സുബൈ നിസ്കരിക്കൊക്കെ പള്ളിക്ക് പറഞ്ഞു ഞങ്ങളെ കൊണ്ടാവില്ലേ? ആവൂല്ലേ? സമയമായപ്പോ വക്തിൽ നിസ്കരിക്കൂ ഞങ്ങളെ കൊണ്ടാവൂല്ലേ? ഞങ്ങളെ കൊണ്ട് ദാനധർമാക്കടെ ചൊന്നെങ്കിൽ പിറകി നല്ല വിഷയം 4 ചൊന്നെങ്കിൽ ചൊല്ലല്ലേ? അല്ല 4 ആളുകൾ ഒരു ഉണ്ണുവാട്ടേ അത് നമുക്ക് പിടിക്കല്ലേ? പുരുഷത്താവൂല്ലേ? അതുപോലെ ഒരാളെ ഹെൽപ്പാക്കോ പോണ്ടേ അത് നോക്കാവല്ലേ? ഇങ്ങനെ അതിലെല്ലാം ഞങ്ങൾ ഒരു ഹിഞ്ചരിക്ക ഞങ്ങൾ പിറകു നിൽക്കണം. ഞങ്ങൾ നല്ല നല്ല വിഷയമാകുമ്പോ നല്ല നല്ല വിഷയത്തിൽ ഞങ്ങൾ ആക്കേണ്ടത് ഞങ്ങൾ മാത്രമല്ല മനുഷ്യന്മാർ ഞങ്ങളെ പിറകു നിൽക്കിടാറ്, ഞങ്ങളെ മുട്ടുപോണ്ടാറ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി നല്ല സ്വറാക്കുവാ ചൊന്നോണ്ടു 4 ആൾക്ക് ഇതാ ഭാഗന ആക്കണ്ട ചൊന്നോണ്ടു ചങ്ങായിമാരായിട്ട് ഞങ്ങൾ ചൊല്ലോ പോയി അവിടെ ഇങ്ങനെ നാണ് ഒരു ബെടക്കായി പോണ്ടേ. ദുനിയാവ് അങ്ങനായിട്ട് കിട്ടി. दुनिया में लोग किसी व्यक्ति का इज्जत नहीं करते बल्कि उसका मकाम और पैसे के इज्जत करते. മനുഷ്യ ഇപ്പോ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒരു മനുഷ്യരുടെ യോഗ്യത നോക്കിയിട്ടല്ല, അവന്റെ പൈസവും അവന്റെ മക്കാമും നോക്കിയിട്ട്, അവന്റെ സ്ഥാനം നോക്കിയിട്ട്, അവന്റെ യോഗ്യത അല്ല വേണ്ടായി. പിന്നെ ലോഗോं को अच्छे चेहरे पसंद आते हैं. ചന്തത്തെ മുഖത്തെ നോക്കൂ ഭാര്യ കുസി, പക്ഷേ മഗർ അച്ഛേ ദിൽ വാലേ നഹീ പസന്ത് കർത്തേ. നല്ല മനസ്സുള്ളവണ്ടെ ഇഷ്ടപ്പെടുക വലിയൊരു താല്പര്യക്കല്ലേ? നല്ല കൽബുണ്ട്, നല്ല മനസ്സ്, നല്ല ആളിട്ട് ഇഷ്ടാവൂല്ലേ? തും ജിത്നാ ഈമാൻദാർ ഔർ സച്ച് ഹോ കർ രഹോഗേ, നിങ്ങൾ എത്ര നല്ലങ്ങാവൂ ഉത്നാ ഹി റിഷ്താ കം ചലേംഗേ. അത്ര കണ്ട് ആൾമാർ ഞങ്ങളെ വിട്ടുപോണ്ടാറ്, ഞങ്ങളെ ലൈക്കാക്കല്ലേ? ഇത് സ്വാഭാവികമായിട്ടുള്ളത്. ചൊന്നു വന്ന് വിഷയം തരുന്നെങ്കില് ഞങ്ങൾ എത്ര നല്ലാവുക പോണ്ട, അത്ര കണ്ട് മനുഷ്യന്മാര് ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതും ഇല്ലേ? എത്ര ബെടക്ക് പണ്ട് അപ്പൊ ആൾ എത്ര പേരായിരിക്കും കൂട്ടാവണു ചാൻസ് ഉണ്ട്. ഇട്ടിക്കിട്ട് ദുനിയാവ്. അതുകൊണ്ട് സ്വർഗാച്ചോട്ടത് വെറുതെ കിട്ടില്ല. സ്വർഗത്തെ മുന്നുള്ള അല്ലാഹുവേ ഞങ്ങൾ വെറുപ്പുണ്ടാക്കണ കണിക്കത്തെ കാര്യങ്ങളെ വെച്ചിറാ. നല്ല വിഷയം എത്രേ ചൊന്നെങ്കിലും ഇല്ല. ഒരു കളവ് സുബൈക്ക് എഞ്ചിട്ട് ഒരു നല്ല വിഷയം ചൊല്ലുറന്നൊക്കെ അത് എവിടെയും എത്തില്ല. സുബൈക്ക് എഞ്ചിട്ട് ഒരു കളവ് ചൊല്ലുറ, ഒരു കളവ് ചൊല്ലുണ്ട് വെറുതെ, അത് ഇടി ദുനിയാവ് എത്തിയിട്ടിക്കണം അല്ലേ? ഇതല്ലേ ദുനിയാവ്. റായത്തില് ഒരു എന്തെങ്കിലും ഒരു പെടക്ക് ഒരു സ്റ്റോറി ആയിട്ട് വെക്കാം. ആ സ്റ്റോറി റബ്ബേ 12 ಗಂಟೆ ആവുന്നതിന് മുന്നേ ഇടി ദുനിയാവ് എത്തിയിട്ട് അതേ റായത്തിൽ ഒരു നല്ലൊരു കാര്യമാക്കിയത് വിഷയ യാരും ഒക്കെ ഇങ്ങനായിട്ട് മനുഷ്യന് മനസ്സ്. അപ്പൊ ഈ ദുനിയാവുടെ ഇടയിൽ ഞങ്ങൾക്കെല്ല അലർട്ടാവണേ. ഞങ്ങളെ രക്ഷക്ക് വേണമായിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന എന്തിനേക്ക്? ഞങ്ങൾ മാത്രം സ്വർഗത്ത് പോയത് കൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങളെ പരിവാര പോകണ്ടേ, ഞങ്ങളെ മക്ക പോകണ്ടേ, ഞങ്ങളെ ചങ്ങായിമാർ പോകണ്ടേ സ്വർഗത്തേക്ക്? അനിവാര്യത ഉണ്ട്. ഞങ്ങൾ നല്ലതാവും. നല്ലെങ്കിൽ ദുനിയാവ് കഷ്ടാവും, വലിയ വിഷയമല്ല. ദുനിയാവിൽ കുറെ കഷ്ടങ്ങൾ, വഞ്ചന, ദഗൽബാജി എന്തും ഇല്ലാണ്ട് ജീവിക്കണമെങ്കിൽ വലിയ കഷ്ടമേ.
നേരത്തായിട്ട് ജീവിക്കുന്നത് വലിയ കഷ്ടമേ, യാതൊരു സംശയമില്ല. അതേപോലെ നരകം ചൊല്ലരുത്. നരകത്തെ ಬಗ್ಗೆ അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലു ഉജുബത്തിന്നാറു ബിശഹവാത്ത്, നരകത്ത് പോണ്ട അപ്പുറത്ത് ഇടഭാഗത്തിൽ നരക വെച്ചിറ എന്നെങ്കിൽ നരകത്തെ മുന്നൊന്നു കാണും. ഒരേ കുസി അവിടെ എൻജോയ്. എന്തേ നരകത്ത് പോണ്ട ഏതെല്ലാം സ്വറമുണ്ടോ അതെല്ലാം ഞങ്ങൾ ഒരു ബാരിക്കൊസി അവിടെ ചൊന്നുള്ളതാണ്. ഒരു ഫസാദിന് പിന്നൊരു ഫസാദിക്ക് എത്തുവാട്ടോ ആൾ പേരുണ്ടില്ലേക്ക് കാര്യകർത്തന്മാർ എല്ലാവരും കാര്യകർത്തന്മാർ, വോളണ്ടിയർമാർ. അപ്പൊ എന്തുകൊണ്ട് നരകത്ത് പോണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടാ ആ കാര്യങ്ങൾ ആക്കുക വേറെ പ്രത്യേകമായ ആൾ പേരുണ്ടില്ലേ, അത് തന്നെന്താനെ അതിങ്ങനെ പോണ്ടു, അതായിട്ടേ പോയോണ്ടിക്കട്. അപ്പൊ നരകത്ത് പോണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നിനക്കായിട്ട് ഉള്ളത്. അപ്പൊ ഞങ്ങളെ തടിക്ക് ഇഷ്ടപ്പെട്ടതിന് ഞങ്ങൾ ആക്കിക്കൊണ്ട് പോയെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കുള്ള അവസാനം നരകമായിട്ടിക്കടെ. ഞങ്ങളെ മനസ്സ് ചൊന്ന പോലെ നിങ്ങൾ പോയെങ്കിൽ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മയാക്കുള്ളത് എളുപ്പത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക തെരുവുണ്ട്, പക്ഷെ നിങ്ങാക്കലെ. ഉദാഹരണത്തിന് നിസ്കാരത്തെ കാട്ടി വലിയൊരു കാര്യമുണ്ടാ രക്ഷപ്പെടുകൂ. പക്ഷെ നിസ്കാരത്തിൽ വലിയ താല്പര്യമില്ല, വച്ചിട്ട് ഉദാസീന പിടിച്ചിട്ട് വേണ്ടേ ആ രീതിയിലുള്ള നിസ്കാരം. പിന്നെ രണ്ടാമത് ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ട് സബറ്. ഞങ്ങൾ സബറാക്കേണ്ട കണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലം. നിങ്ങൾ അതൊക്കെ തയ്യാറില്ല. ചെറിയൊരു വിഷയമായെങ്കിലും യൂറോപ്യൻ സ്പോട്ട് അവിടെ കണ്ടെങ്കിൽ ഔത്തരവുൽഗാവട്ട് വ്യക്തിപരമാവട്ട് അതൊരു പെഞ്ഞായിരട്ടുകാവട്ട് എന്തൊരു സ്പോട്ട് അവിടെ അല്ലേ. അതേപോലെ മക്കളൊട്ടുകാവട്ട് ഏത് നിലക്കും ഞങ്ങൾ സബുറ് ചൊല്ലെ ചെറിയ ഒരു വിഷയത്തിൽ പോലും ഇല്ല, സബുറ് ചൊല്ലേത് വിഷയമില്ലേ. പിന്നെ ഉണ്ട് ഞങ്ങൾ ദുആ ജാവും പോലും ഞങ്ങൾ ദുആറക്കട് സ്വലാഹുൽ മോമിൻ, ഒരു മൊമിനായ ആളെ ഒരു ആയുധമായിട്ടിക്കട്. ഇപ്പൊ മക്കം അഭ്യാസാക്കിയത് സലാം വീട്ടിയ ഉടനെ എണിച്ചു പോകണമെന്ന് തുടങ്ങിയത്. 2-3 കാൽ നോക്കുമ്പോൾ തെകഞ്ഞു പോയേണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും മക്കം കൂടി എണിച്ചിട്ട് പോണ്ടി നിസ്കരിക്കാൻ വേണ്ടത് സലാം വീട്ടിൽ ഉടനെ. അപ്പോ അഞ്ഞ് എലി പോയ പോലെ ഈ മക്ക ഇങ്ങനെ മാൽമാരുടെ അങ്ങനെ പെരടി ചൗക്കിട്ട് പോണ്ടി നിങ്ങൾ കണ്ണാരെ കാണുന്നുണ്ട്. എന്താവിടെ ദച്ച എന്താവിടെ പഠിച്ചോണ്ടിട്ട് ദുആർക്കൊരു ടൈമുള്ളൂ അല്ലേ. ദുആ ചൊല്ലത് വലിയ വിഷയം. അതും നിസ്കാരത്തിൽ പിന്നെ ഉള്ള ദുആ ഇജാബത്തിന് ദുആയിട്ട് കിട. മൂന്നാമത്തത് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇങ്ങനെ 4 വിഷയങ്ങൾ: നിസ്കാര, സബറ്, ദുആ, ഇസ്തിഗ്ഫാർ. ഈ 4 വിഷയങ്ങൾ ഞങ്ങൾ എപ്പോ ഇന്നേണ്ട് കണ്ടി ഞങ്ങൾ രക്ഷപ്പെട്ട എന്തു വേണ്ട, സംശയം വേണ്ട, അത്ര കണ്ട് പവറുണ്ട്. മാത്ര ക്രമത്തിലാവണം ഈ 4 വിഷയവും. وما كان الله ليعذبهم وانت فيهم وما كان الله معذبهم وهم يستغفرون. പുറത്ത് ഇസ്തിഗ്ഫാർ പൊറുക്കല്ല തേടുകണിക്കത്തെ സന്ദർഭത്തില് അകലെ അള്ളാഹു ശിക്ഷിക്കലെ. ഇത് അള്ളാഹു തന്നെ ഓഫർ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റേതായിട്ട്. ആയതുകൊണ്ട് ഈ സമയത്തില് ഞാൻ നിങ്ങൾക്ക് ഒരു വസിയത്ത് എന്നൊക്കെ ചൊല്ലേണ്ട വിഷയം തരുന്നെങ്കിൽ അപ്പൊ ഞങ്ങമയല്ലേ, ഞങ്ങൾ ഒന്ന് റീഫ്രഷ് ആവണം. ഒരു കമ്പ്യൂട്ടർ ആയെങ്കിലും ഒരു മൊബൈൽ ആയെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അത് ഓൺ ആക്കിയെങ്കിൽ റീഫ്രഷ് ആവണം. ഒരു മൊബൈലും റീഫ്രഷ് ഉണ്ട് എന്ന പോലെ എല്ലാ വസ്തുക്കും റീഫ്രഷ് ആക്കണേ കണിക്കത്തെ ഒരു വിഷയം നിങ്ങൾ തടി നിങ്ങൾ റീഫ്രഷ് ആക്കണേ കണിക്കത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചനാക്കണം. അതായിട്ടിക്കട് നിസ്കാരം എപ്പവുമല്ല. നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചോണ്ടിക്കടാ. നിങ്ങൾ ഒന്നുകൂടി റീഫ്രഷ് ആവണമെങ്കിൽ നബിയോട്ട് ചൊല്ലേ, നബി നിസ്കരിക്കണോ, ജാവൂ നിസ്കരിക്കണോ നബിയേ. ഇന്ന ഹൗലായി യുഹിബ്ബൂനൽ ആജില. അങ്ങ് ദുനിയാവിടെ ആഗ്രഹിക്കണേ. ഭയാനകമായ ഒരു നാളുടെ മറന്നുമുട്ടറേ. അതുകൊണ്ട് നബിയെ ഖിയാമത്ത് നാൾ ഭയാനകമായിട്ടിക്കട്. ഈ ദുനിയാവിടെ ഒരു ദുരന്തവുമല്ല, ഈ ദുനിയാവും നടക്കുന്നതും ഇനി നടക്കുള്ളതുമായ ഒരു ദുരന്തവുമല്ല.
അതിനെക്കോട്ടി വലിയ ദുരന്തം അത് ആഖിറത്തിലുണ്ട്. അല്ലാഹു അതിനെ തൊട്ട് കാത്ത് സലാമത്താകട്ടെ. ഇവിടെ ചൊന്നു വന്നത് അങ്ങനത്തെ വലിയതായ ദുരന്തത്തൊട്ട് സലാമത്താവുക അള്ള ചൊന്നരെന്തിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നേ വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീലാ. ജാവുൽ നിസ്കരിക്കുന്ന അഭ്യാസാണ് തഹജ്ജുദ് നിസ്കാരം. ഞങ്ങളെ പരിവർത്തനാക്കണിക്ക് തോറുമ്പസ്ഥായിട്ടിരിക്കുന്നത് നിങ്ങൾ അഭ്യാസാക്കിട്ട് ഇക്കുവറ് ഇല്ലെങ്കിൽ നാലിൽ പിന്നമേ തുടങ്ങും, ഇൻഡിജാവിൽ പിന്നമേ തുടങ്ങും. തഹജ്ജുദ് വലിയ പ്രാധാന്യതയുണ്ട്. കാരണം ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സ്വർഗപ്രവേശനം നടക്കുന്ന ആൾമാർ, സ്വർഗത്തിക്ക് പോണ്ടി കണിക്കത്തിയ ആൾമാർ അകാറായിട്ടിക്കിട് അങ്ങ നല്ലോണം ജാവു നിസ്കരിക്കണ. അപ്പോ തഹജ്ജുദ് നിസ്കാരം, ആ തഹജ്ജുദ് നിസ്കാരം വലിയ സ്ഥാനത്ത് നിങ്ങളെ എത്തുവാട്ടുണ്ടായിട്ടിക്കട്. അള്ളാഹുമായിട്ട് നിങ്ങളെ മുട്ടാക്കിട്, നിങ്ങളെ കൽബ് അള്ളാഹു സബ്റിട്ട് തണ്ട. ജാവുല തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തണ്ട. അതുപോലെ മനസ്സിന് റാഹത്ത് തണ്ട. കിടക്കുമ്പോൾ വേഗം ഉറങ്ങുള്ളൂ. വേഗം ഉറങ്ങിയിട്ട് ഒരു 3-3:30 നാലാമത്തെ എനിക്കൊരു അഭ്യാസമാക്കും. അങ്ങനെ തുടർന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ഫീലിങ്സ്, നല്ലൊരു റാഹത്താവും. അതൊരു റാഹത്തെ പേര്. ജാവ് ഉറങ്ങുമ്പോ 12 ഗണ്ടാക്കിയിട്ട് 1 ഗണ്ടാക്കിയിട്ട് ഉറങ്ങിയെങ്കിൽ പിന്നെ സുബൈ ഉച്ചത്തോല് ബട്ടി പിടിച്ചിട്ട് പോകണം. അങ്ങനല്ല, ജാവ് നിങ്ങൾ വേഗം ഉറങ്ങോറോ, തഹജ്ജുദ് എണിക്കറോ, അതിനായിട്ടുള്ള അനുഭവം നിങ്ങൾ ആ ഫീലിങ്സ് ഗുഡ് ഫീലിങ്സ് നിങ്ങൾ എടുക്കറോ ബദലാവണയുള്ള ഒരു തെരുവായിട്ട് കിടയാതെ. രണ്ടാമത്തെ നാ ചൊന്നത് മനസ്സിലാക്കറോ. അവിടെ വെച്ചിട്ട് ഒരു ദുആ ഉണ്ട്, പടച്ച റബ്ബിനൊട്ടുക ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വമീകായിൽ വഇസ്റാഫീൽ. എങ്ങനെ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വമീകായിൽ വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദികി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ദുആ റസൂലുള്ളാഹി ജാവു എണിച്ചിട്ട് നിസ്കരിച്ചിട്ട് എങ്ങനെ നിസ്കരിക്കണേ? ആയിഷ ഉമ്മറിട്ട് പൊരുത്തം കേട്ടിട്ട് ആയിഷ നാട്ടിൽ പടച്ചോണക്ക് നിസ്കരിക്കട്ട, ആയിഷ നാ നിസ്കരിക്കട്ട ചൊന്നിട്ട് സമയം കേട്ടിട്ട് ആ ജാവുടെ ടൈമില് വെച്ചിട്ട് നിസ്കരിച്ചിട്ട് ഈ ദുആ പടച്ചോനെ റസൂലുള്ളാഹി ദുആർന്നത്. അങ്ങനെ ദുആർന്നേന്ത് കണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സ് അല്ലാഹു റാഹത്ത് തണ്ട, സമാധാനം ഇട്ട് തണ്ട, ഞങ്ങൾ ഫ്രീ തണ്ട, ഞങ്ങൾ റിസ്ക്കിൽ വിശാലത തണ്ട. അത് ഞങ്ങൾ അഭ്യാസാക്കണായത്. അങ്ങനെ ഞങ്ങൾ റീഫ്രഷ് ആവിടാൻ ഞങ്ങളെ മനസ്സ് ഫ്രഷ് ആവിടും, ഞങ്ങളെ തടി ഫ്രഷ് ആവിടും. അത് ഒരിക്കും നിസാരമാക്കി കാണുക തീറ. ആഖിറത്തെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഉണ്ടായെങ്കിൽ, ഞങ്ങൾക്ക് മരിച്ചിട്ട് രക്ഷപ്പെടണമുണ്ട് കണ്ടിട്ട് ഞങ്ങളെ മനസ്സിൽ ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അഭ്യാസാക്കിക്കൊണ്ട് പണ്ട് ആഖിറത്തെ ബഗ്യുള്ള ആ ഒരു രക്ഷപ്പെടണോ ചൊന്ന് കണിക്കത്തെ ഒരു വിഷയ. ചെറിയ വിഷയമെങ്കിലും അതെന്താക്കണ്ട, നിസാരമാക്കണ്ട. ചെറിയ വിഷയമാണ് വ്യാരിക്കേണ്ടതിരെ. രണ്ടാമത്തത് ഒരു വിഷയം ഞാൻ ഓർമ്മയാക്കണം. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് നല്ലാവണെങ്കിൽ എന്താവണം? ഞാൻ സ്വന്തം ഉണ്ടല്ലേ, ഞങ്ങൾ നല്ലാവണെങ്കിൽ എന്താ നക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഈ മേൽതിച്ചിട്ടുള്ള എല്ലാവരും നാനും നിങ്ങളും അപ്പുറത്തുള്ള ഉമ്മപ്പങ്ങന്മാർ നല്ലാവണത്തുള്ള ഉദ്ദേശം. നല്ലാവണെങ്കിൽ എന്താക്കണം? ഞങ്ങൾ അടുക്ക് നിങ്ങൾ ശരണാവണു. ഏതൊരു വിഷയം അത് നിങ്ങൾ ആക്കോ തയ്യാറാവണു. തയ്യാറായില്ലേ നല്ല അവിടെ ഇങ്ങനെ ഒന്നാമതായിട്ട് ജാവു നിസ്കരിക്കും അഭ്യാസമാക്കും. രണ്ടാമത്തെ എന്ത് ചെയ്യുന്ന ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഖുർആൻ ചൊല്ല്, ലാ യംലികൂന ശഫാഅ ഇല്ലാ മൻ ഇത്തഖദ ഇൻദല്ലാഹി അഹദാ. പടച്ചോണ്ടിട്ട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും, നിങ്ങളെ റബ്ബിനൊട്ട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും.
എഗ്രിമെന്റ് ആക്കില്ലേ? ഒരു ജാഗ് എടുക്കണമെങ്കിൽ എഗ്രിമെന്റ് ആക്കും. ഒരു കാറ് കൊടുന്നിട്ട് സേലാക്കണമെങ്കിൽ എഗ്രിമെന്റ് ആക്കണേ. ഒരു ജാഗ്യത്തിൽ ബാണിയാക്കണമെങ്കിൽ എഗ്രിമെന്റ്. ഒരു ചെറിയൊരു വിഷയത്തിൽ എഗ്രിമെന്റ്. ഒരു 10,000 രൂപ കട കൊടുത്തെങ്കിൽ ഒരു എഗ്രിമെന്റ്. പടച്ചറബ് ഈ ആകാശ ഭൂമിയിൽ എല്ലാത്തെയും തന്നെ റബ്ബിട്ട് നിങ്ങൾ കരാറാക്കണ്ടേ? പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അർത്ഥാവില്ലേ? ഈ ആയുസ് തന്നെ അള്ളാഹു ഒരു കരാറാക്കണ്ടേ? ഈ ആരോഗ്യം തന്നെ അള്ളാഹുവിട്ട് ഒരു കരാറ് വേണ്ടേ? ജാവുൽ കിടന്നിട്ട് നിങ്ങൾ എണിക്കടല്ലേ, അതൊക്കെ റബ്ബിട്ട് നിങ്ങൾ ഒരു കരാറാക്കണ്ടേ? മേത്ത് തിണ്ടത് കലങ്ങിയിട്ട് സുബയാമത്ത് നല്ല ആറാംസെ പോണ്ടല്ലേ? ടോയ്ലറ്റ് പോയിട്ടാകുമ്പോ അത് പോർന്നാൽ പോയില്ലെങ്കിൽ എന്തായിട്ടേക്കും അവസ്ഥ? ഇതൊക്കെ നിങ്ങൾ റബ്ബിട്ട് നിങ്ങൾ കരാറാക്കണ്ടേ? ഒരു നാൾ പോയിട്ട് ICUയിൽ കിടന്നിട്ടാകുമ്പോഴത്തേക്ക് 24,000 രൂപ ബില്ലാക്കിടെ കണിക്കത്ത ഒരു അവസ്ഥയ്ക്കുമ്പോ ഇത്ര സമയം അല്ലാഹു നിങ്ങൾ ഒരു ബില്ല് തരാണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഇതൊക്കെ റബ്ബിട്ട് ഒരു കരാറാക്കണ്ടേ? നിങ്ങൾ എത്ര അവകാശങ്ങൾ, ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്ന, എത്ര ദൗലത്ത് തന്ന, എത്ര സമ്പത്ത് തന്ന, എത്ര അവകാശങ്ങൾ നിങ്ങൾ തന്ന, എത്ര അവഘടങ്ങളെ തൊട്ട് നിങ്ങൾ ബച്ചവായ, എത്ര ആൾമാർ ചെറിയ ചെറിയ ബാത്തിലിക്കുമ്പോ മരിച്ചുപോയില്ലേ? ചെറിയ മക്കയ്ക്കുമ്പോ മരിച്ചുപോയില്ലേ? പാലക്കാർ മരിച്ചുപോയില്ലേ? എന്നിട്ടും ഈ ബാസ് വരെയും അള്ളാഹു ഞങ്ങളെ കാത്തിട്ടില്ലേ? ഇതുക്ക് വേണമായിട്ട് റബ്ബിറൊട്ടു ഞങ്ങൾ ഒരു കരാറാക്കണ്ടേ? ഒരു കോൺട്രാക്ട്, ഒരു കരാറാക്കും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ തമാശലും ഞങ്ങളെ ഹോബിയിലും ഞങ്ങളെ എന്തിനുമാ ഒരു ദുനിയാവിടെ ജഞ്ചാട്ടത്തിൽ ഞങ്ങൾ മുങ്ങിപ്പോയിടാ. തലക്ക് പോകണ്ടല്ല, തലക്ക് പോകില്ലേ? എന്തിന്? എന്തേ കാരണം? എന്തേ ഞങ്ങൾ കേൾക്കണായ ഞങ്ങളെ കേൾവി മറിഞ്ഞു പോയിട്ട് ബന്ധായി പോയിട്ട് ഓർമ്മയാക്കുന്നതാണ്. ജണ്ട് പ്രധാനമായ ജണ്ട് ആയത്ത് ചൊല്ലാണ്ടെന്നാണ് എന്റെ അവസാനിപ്പിക്കുന്നത്. ജണ്ട് ആയത്ത് അത് അർത്ഥം മനസ്സിലാക്കിയിട്ടേ വേണം. ചുമ ടൈം എടുക്കില്ല, പേടിക്കണ്ട. നിങ്ങൾ അള്ളാഹുവിനൊട്ട് നിങ്ങൾ വേറെ നിങ്ങൾ ആരും സമാധാനമൊക്കെ പോകണ്ട, ഉസ്താദിന് സമാധാനമൊക്കെ പോകണ്ട, വലിയ വിഷയം എന്തല്ല, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ സമാധാനമൊക്കെ പോകണ്ടല്ല, വേണ്ട ആവശ്യമില്ല. ആയെങ്കിൽ റബ്ബുടെ സമാധാനാക്കിയിട്ടേ വേണം. പടച്ചോടുക്ക് സമായിട്ട് ബേനേ വേണം. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലണം, അയഅജുസു അഹദുകും കുല്ല സബാഹിൻ വമസാ ഇൻദല്ലാഹി അഹദാ. നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും സുബഹി മോന്തിയാകുമ്പോ പടച്ചോണ്ടിട്ട് ഒരു കരാറ് അപ്ലൈ ആക്കുറീങ്ക സാധ്യാവില്ല. നിങ്ങൾക്ക് റസൂൽ കേൾക്കട്ട് സ്വഹാബത്തിനായിട്ട് സ്വഹാബത്ത് ചൊല്ല്, ഖീല യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങ ചൊന്നലി പിന്നെ ഞങ്ങൾക്ക് എന്തൊരു അത്ഭുതം, നമുക്ക് എന്ത് തീരാണ്ടാവിട, നിങ്ങ ചൊന്നലി പിന്നെ നിങ്ങൾ റെഡിയുള്ള നബിയെ. അതുകൊണ്ട് എന്തായിട്ടിക്കടുക കരാറി സുബഹിക്കും മോന്തിക്കും സുബഹിക്ക് നിങ്ങൾ പായിടി എണിച്ചാണ്ട് കണ്ടെങ്കില്, ജാവുക്ക് നിങ്ങൾ കിടക്കുക റെഡി ഉള്ളാണ്ട് കണ്ടെങ്കില് നന്റെ റബ്ബുരൊട്ടുക നക്കൊരു കരാറാക്കുന്നുണ്ട്. ആ കരാറിൽ പിന്നമേ നാ ഉറങ്ങുവേ, ആ കരാറിൽ പിന്നമേ വേറൊരു കാര്യത്തിൽ നാ പോവേ. ഞങ്ങെന്തൊരു മനുഷ്യന്മാരെയും സുബയാമത്ത് നിസ്കരിക്ക് വേണിച്ചില്ലെങ്കിലും പിന്നെ ലേറ്റായിട്ട് എണിച്ചെങ്കിലും അവിടെ ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് എണിച്ചിട്ട് ഷൂ ഇട്ടിട്ട് അതല്ലെങ്കിൽ ഡ്രസ് ഇട്ടിട്ട് ഔത്ര പൽത്തിരിഞ്ഞ് പറത്തിരിഞ്ഞ് പോണ്ടല്ലാണ്ട് ബാക്കിരങ്ങായെങ്കിൽ അങ്ങനെ നമ്പിയതൊക്കെ എന്തെങ്കിലും കൈമുകിഞ്ഞറ് ബാക്കിരങ്ങായെങ്കിൽ അങ്ങനെ എന്ത് നമ്പിട്ടിക്കിടറ് അതുക്കപ്പുറം എന്തോ നമസ്കാരം ആക്കിട്ടേ പോണ്ട്. ഞങ്ങൾ എത്ര കൗമുണ്ട് റബ്ബിനൊട്ട് കരാറാക്കാത്തങ്ങ, സുബഹി നിസ്കാരം നിർവഹിക്കാത്തങ്ങ, ഒരു മൗലഞ്ചി ഒരു മങ്ങില ഒരു ഗമ്മത്ത് ഔത്തുലൊരു ഗമ്മത്ത് പടച്ചോനില്ലണ്ട്. എന്റെ പടച്ചോൻ പേരുണ്ടില്ല. ഔത്തുൽ ഗമ്മത്തുണ്ട്, മൗലഞ്ചി ഉണ്ട്, ഹലദിയുണ്ട്, പിന്നൊന്നുണ്ട്, പിന്നെ പലതും ഉണ്ടല്ലോ ഇപ്പൊ. അതെല്ലാം ഉണ്ട്. പക്ഷേ റബ്ബ് വേണ്ട, പടച്ചോൻ വേണ്ട. പടച്ചോൻ നിങ്ങൾ ആവശ്യകതയില്ലേ, പടച്ചോനിട്ടുള്ള കരാറ് നിങ്ങൾ പൂർത്തിയാക്കില്ലേ എന്നെങ്കിൽ നോക്കൂ. അല്ലാഹുമ്മ ചൊല്ലണായത് റസൂലുള്ള പടിപ്പാട്ടിട്ട് ഓ ആണേ പെണ്ണേ, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ ഇന്നി അഹദു ഇലൈക ഫീ ഹാദിഹിൽ ഹയാ. പടച്ചോനെ നിന്റെ ഒട്ടു ഞാൻ ഒരു കരാറാക്കട്ടെ. ആ കരാർ എന്തിനു ചൊന്നെങ്കിൽ ബി അന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കരാർ, മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലുടെ കരാർ. അതായത് പിന്നെ വലാ തകിൽനി ഇലാ നഫ്സി. പടച്ചോനെ യാ അല്ലാഹ് നിന്റെ തടിയുടെ ഭാഗത്ത് നിന്റെ തിരിക്കണ്ട,
ഒരേ ഒരു കരാർ, പഠിച്ചോനെ ഇതാ നാ സോത്തു പോവേ, നന്റെ തടിയുടെ ഭാഗത്ത് നാ തിരിടി വേണ്ട. പിന്നെ പടച്ചോനെ നന്റെ തടിയുടെ ഭാഗത്ത് നന്റെ ആഗ്രഹത്തിൽ നാ നോക്കിയെങ്കിൽ നക്ക് നല്ലതാക്കോ സാധ്യയില്ലേ. നാണ് ബെടക്കയാക്കട്, സുബൈയുടെ മോന്തി തോന്നക്ക് ബെടക്കയാക്കോ അവിടെ. നിന്റെ റഹ്മത്തില്ലാണ്ട് നിനക്ക് ബച്ചവാൻ ചാൻസ് ഇല്ലേ. ആയതുകൊണ്ട് പടച്ചവനെ റബ്ബേ നന്റെ നേരെ നടപ്പാട്ട് റബ്ബേ, ഹൈറുക്ക് നന്റെ നടപ്പാട്ട് റബ്ബേ, ഷർറുക്ക് നന്റെ നടപ്പാട്ടുണ്ട് റബ്ബേ എന്നിട്ട് എല്ലാ സുബഹിക്കും എല്ലാ മോന്തിക്കും ഞങ്ങളെ റബ്ബിരൊട്ടുക ഞങ്ങൾ കരാറാക്കൊണ്ടുണ്ടാ. ഇത് റസൂല പഠിപ്പാട്ടിയതായിട്ടിക്കണേ, ഇത് റസൂല പഠിപ്പാട്ടിയത്. അങ്ങനെ അങ്ങനെ ഒന്നാമത്തെ തഹജ്ജുദിൽ ഞങ്ങൾ പതിവാക്കി കൊണ്ടുവന്ന എല്ലാ സുബഹിക്കും മോന്തിക്കും ഞങ്ങൾ പഠിച്ചോണ്ട് ഒരു കരാർ, പഠിച്ചോനെ നീ ചൊന്ന പോലെ നടക്കോ തൗഫീഖ് താ റബ്ബേ എന്ന് ചൊന്നിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഗണികത്തെ ഒരു ദുആ. അത് കടന്നിരുന്ന മൂന്നാമത്തെ ഒരു വിഷയം കൂടി ഞങ്ങൾ നല്ലാവുകൂ, അതും കൂടി നാ ചൊന്നിട്ടേ നാ നിപ്പാട്ടേ. അത് എന്തിനു ചൊന്നെങ്കില് അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ചൊന്നത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹു തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹ അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർത്താ. മുഅ്മിനീങ്ങളെ, ഈ ഒരു ആയത്ത് വെള്ളിയാസരന്റെ സുന്നത്തുണ്ടോണ്ട് നിങ്ങൾ കൊണ്ടുണ്ടല്ലേ, കൈഫ് സൂറത്ത് നിങ്ങൾ ഓതുറല്ലേ എന്നെങ്കിൽ കൈഫ് സൂറത്തിൽ എന്തിനെ ഉണ്ട് നിങ്ങൾ കൊണ്ടുണ്ടാ. അല്ലാഹുവിന്റെ റസൂലിട്ട് അല്ലാഹു ചൊല്ലെ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശയ്യി, സുബയും മോന്തിക്കും റബ്ബുക ഇബാദത്ത് എടുക്കണേ ആൽമാരൊട്ടുകല്ലാണ്ട് വേറെ ആൽമാരൊട്ടുക കൂടണ്ട. ആരട്ടുക കൂടണു? അതിപ്രധാനമായ വിഷയം, പ്രധാനമായ വിഷയ. ഞങ്ങളെ ദുനിയാവ് ആഖിറം നല്ലാവുള്ള വിഷയ, ഞങ്ങളെ ഖബർ വിളിച്ചാവുള്ള വിഷയ. ഞങ്ങളോട്ട് ചൊന്നതല്ല, നബിരട്ടുക ചൊല്ലുടെ നബിയെ അള്ളാഹുടെ ഇബാദത്ത് എടുക്കുന്ന ആൽമാരട്ടുകല്ലാണ്ട് വേറെ ആൽമാരട്ട് കൂടണ്ട. യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും, ആ നല്ലങ്ങനെ തൊട്ട് നിങ്ങളെ മുഖത്തെ നിങ്ങൾ തിരിക്കണ്ട. നല്ലങ്ങനെ കൂടെ നിങ്ങ അങ്ങനെ ദൂറുക, അതല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപാക്കുക, നല്ലങ്ങനെ ആക്ഷേപാക്കുക. അത് നല്ലങ്ങളെ തൊട്ട് ദൂരെ പോണ്ടതാ ആക്കണ്ട. നല്ലങ്ങാറുള്ള അകലിട്ട് കൂടിയുള്ളൂ. റസൂലുള്ളാഹിക്ക് കണ്ടീഷൻ എങ്ങനത്തെ ആൽമാർ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ദുനിയാവുടെ ಬಗ್ಗೆ മാത്രം ആൽച്ചനാക്കുന്ന ആൽമാർ. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹ, ഖൽബ് നിങ്ങൾ സീൽ വെച്ചിരിക്കുന്ന ആൽമാർക്ക് അങ്ങനെ പിറകെ നിൽക്കണ്ട, അനുസരിക്കണ്ട. ഞങ്ങളെ പറ്റി അങ്ങ് ഓർമ്മയില്ലേ. തടിയിച്ചക് സ്വയിച്ചക് നടക്കണ കണിക്കത്തെ ആള്, തന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന ആള് നാണെന്തോ ആക്കുവേ, നാണതോ ആക്കുവേ, ഇതാക്കുവേ. പഠിച്ചോൾക്ക് സമായിട്ട് നടക്കാത്ത ആരൊട്ടു കൂടണ്ട. ആരൊട്ടു ചൊല്ലേ നെബിരൊട്ടുക്ക് ചൊന്നത് ഞങ്ങളൊട്ട്. അപ്പൊ നെബിരൊട്ടുക്ക് അങ്ങനെ ചൊന്നരെങ്കില് ഞങ്ങളെ ಬಗ್ಗೆ എന്തൊരു വിഷയ? സ്വന്തം അവന്റെ ഇച്ഛപ്രകാരം നടക്കുന്നവനുള്ളല്ലേ അവൻ. വക്കാന അംറുഹു ഫുർത്താ, അവന്റെ കാര്യം ഭയാനകമായിട്ട് അവൻ്റെ കൂടണ്ട. സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ആരൊട്ടോ കൂടണ്ട. ഇതായിട്ട് റസൂൽ തന്നെ എനിക്കെത്തി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം. അത് ഖുർആന്റെ സന്ദേശമായിട്ട് ഇപ്പൊ നാ ചൊന്നു വന്നത് എത്രയായിട്ട് ഞങ്ങൾ പാലനാക്കുന്നു. ഒന്നാമതായിട്ട് തഹജ്ജുദ് നിസ്കാരം അഭ്യാസമാക്കണം. 4 വിഷയം 3 ഉണ്ടല്ലേ, നിസ്കാരം, സബറ്, ദുആ, ഇസ്തിഗ്ഫാർ. അതല്ലാണ്ട് ചൊന്നേ തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. നിങ്ങൾ പതിവാക്കേണ്ട കണ്ടെങ്കിൽ നക്ക് മരിച്ചല് പിന്നെ നിങ്ങൾ കിട്ടുന്നത്, മരണത്തിൽ പിന്നെ നിങ്ങൾ കൊണ കിട്ടുന്നത്. ഇങ്ങനത്തെ ഒരു വയൽ കേട്ട് തഹജ്ജുദ് നിസ്കരിക്കും, ഞാൻ അത് മുതൽ പതിവാക്കിയ ഞങ്ങൾ കൊണമുണ്ടത്, നിങ്ങൾക്കും കൊണമുണ്ട്. അതുകൊണ്ട് സലാമത്തുണ്ട്. രണ്ടാമത്തേതോ സുബഹിക്കും മോന്തിക്കും ഒരു അള്ളാഹുവിനോട് ഒരു കരാർ പഠിച്ചുകൊണ്ട് നിനപ്പാക്കണേ. മൂന്നാമത്തത്
നല്ലങ്ങളൊട്ടുക അല്ലാണ്ട് സച്ചാരിത്രമുള്ളങ്ങളൊട്ടുക അല്ലാണ്ട് ಬೇರೆ ಆರಿಟ್ಟು ನಾನು ಸಹವಾಸಾಕಲ್ಲೇ ನಂಡೆ ವ್ಯವಹಾರ ಅದല്ലെങ്കിൽ ನನ್ನದಾಯ ಜೀವನ ಬದುಕು ನಂಡೆ ದೈನಂದಿನ ನಂಡೆ ಚಟುವಟಿಕೆ അള്ളാഹുടെ പേടിക്കടെ ആൽമാരിട്ടത് മാത്രം നല്ലങ്ങരട്ടത് മാത്രം ഇതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുക കണിക്കത്തെ അതിപ്രധാനമായിട്ടുള്ള വിഷയം. അങ്ങനെയുള്ള ഇക്കുമ്പോ ഖുർആനിൽ ഓർമ്മയാക്കിയത് ഖുർആൻ പിന്നീട് ചൊന്നല്ലേ അവന്റെ റബ്ബ് അവന്റെ മനസ്സ് ചില ചൊല്ലർ ഞാൻ പഠിച്ചോണ്ട് കയറാക്കല്ല എന്റെ ചൊല്ലറ പഠിച്ചോന്നൊക്കെ കണക്കല്ല കബൂർന്നൊക്കെ കണക്ക ചില മനുഷ്യന്മാരുടെ ഭാഷയിൽ മണ്ട് പഠിച്ചോൻ അവിടെ കേട്ടുണ്ട് പഠിച്ചോൻ അവിടെ തുറന്നു ചൊല്ലറ് ചില ആൾമാർ വിവരമില്ലാണ്ട് അങ്ങനെ പറ്റിയ ചൊല്ലരാ അള്ളാഹു ജാസിയ സൂറത്തിൽ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊന്ന അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവ അവന്റെ റബ്ബ് അവന്റെ തടിയ അവന്റെ റബ്ബ് വഅളല്ലഹു അലാ ഇൽമി അള്ളാഹു അവന്റെ തിരുത്തപ്പായിട്ട് എന്ത് പഠിച്ചോനെ കൊണ്ടിട്ട് പോകും ഭയങ്കര പോക്കുണ്ട് അലാ സംഇഹി അവന്റെ കാത് പൊട്ടിപ്പോയിട്ട് വഖൽബിഹി അവന്റെ കൽബ് പോയിട്ട് വജഅല അലാ ബസരി ഗിശാവ അവന്റെ കണ്ണുകൾ അല്ലാഹു മൂടി വെച്ചിറ ഒന്നും നല്ലത് കാണുക ആവില്ല അവന്റെ കണ്ണുകൾ നല്ലത് കാണുക ആവില്ല അവന്റെ കാതുകൾ നല്ലത് കേൾക്കുക ആവില്ല അവന്റെ കൽബ് നല്ലത് പോണ്ടേ ഇല്ലേ ഇങ്ങനത്തെ മനുഷ്യരാറ നല്ലാക്കടേ നിമ്പായതില്ല അള്ളാഹു അല്ലാണ്ട് വേറെ ആർക്കും നല്ലാക്കോ സാധ്യയില്ലേ. ഇത് ജാസിയ സൂറത്ത് 23-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊന്നത്. ഞാനിപ്പോ നിങ്ങളോട് ചൊന്നു വന്ന വിഷയങ്ങൾ മനസ്സിലായിട്ടാ. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കോ തഹജ്ജുദ് നിസ്കരിക്കോ ചൊന്ന അവിടെ ചൊന്നല്ലേ ആ ആഖിറൻ ചൊല്ലത് യൗമൻ സഖീല ഇൻസാൻ സൂറത്തുൽ 27-ാമത്തെ ആയത്ത്. അതേപോലെ രണ്ടാമത് അള്ളാഹു ആ തടി അനുസരിച്ച് ജീവിക്കണേ അവന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ആളില്ലേ അവന്റെ കാര്യം വലിയ പോക്ക് കൈഫ് സൂറത്തിൽ 28-ാമത്തെ ആയത്ത് മനസ്സിലായില്ല. ഇൻസാൻ സൂറത്തിൽ 27-ാമത്തെ ആയത്തിൽ ചൊന്ന് ആഖിറത്തെ മറന്നങ്ങാങ്ങ. അതേപോലെ കൈഫ് സൂറത്തിൽ 28-ാമത്തെ ആയത്തിൽ ചൊന്ന് ഓന്റെ കാര്യം പോക്ക ഇനിയുമുണ്ട് തീർന്നിട്ടില്ലേ. ഫുർഖാൻ സൂറത്തിൽ 29-ാമത്തെ ആയത്ത് നോക്കൂ. ഈ തർത്തീബ് നോക്കൂ. സൂറത്ത് വേറെ വേറെ ആയത്ത് മാത്രം തർത്തീബുണ്ട് ഓർഡർ പ്രകാരമുണ്ട്. ആഖിറത്തിൽ പരാജയപ്പെട്ടു പോണ്ടയാ അങ്ങനെ ദുനിയാവുടെ ಬಗ್ಗೆ മാത്രം ചിന്തനാകണറി. 27-ാമത്തേത് ഇൻസാൻ സൂറത്ത് 28 കൈഫ് സൂറത്ത് ഓന്റെ കാര്യം ഭയങ്കര പോക്ക്. അതേപോലെ ഫുർഖാൻ സൂറത്ത് 29-ാമത്തിൽ ചൊന്നത് എന്തിനാ ചൊന്ന അല്ലാഹ് ഭാരി വിഷയ അർത്ഥാക്കുനായ വിഷയ വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖതു മാ റസൂലി സബീലാ. എന്തേ നാ സോത്തുപോയല്ലേ അക്രമിയായ ആള് ആഖിറത്തിൽ വിജയിക്കോ സാധിക്കാത്ത ആള് അവന് ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ അവസ്ഥ കണ്ടിട്ട് ചൊല്ല് യാ ലൈതനി പോയല്ലേ ഹലാക്കായല്ലേ ഇത്തഖതു മഅ റസൂലി സബീല ആ റസൂലിനട്ടു നാ നിണ്ടെങ്കിൽ എത്ര നല്ല യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീല അവന്റെ നാൻ ചങ്ങാക്കിട്ട് സോത്തുപോയല്ലേ അവന്റെ ചങ്ങാക്കിട്ട് നാ സോത്തുപോയല്ലേ. ലഖദ് അവല്ലനി അനി ദിക്ർ പടച്ചോണ്ട് തൊട്ട് മറപ്പാട്ടിയത് അവനായിട്ടിക്കടേ. ചില മനുഷ്യന്മാർ നിസ്കരിച്ചോണ്ടിക്കടാറ് ഖുർആൻ ഓതിക്കൊണ്ടിക്കടാറ് ബഡ്ഡി വ്യവഹാരം ആക്കിക്കൊണ്ടിക്കല്ലേ ഒരുക്കം തൊട്ടുട്ടേക്കല്ലേ ഹറാമായി തിണ്ടിട്ടിക്കല്ലേ നസീബ് ഏതോ ഒരു മനുഷ്യ വന്നുകൊണ്ടേ അവന്റെ ചങ്ങായി പാടവിടെ പിന്നെ അവനക്ക് ഇതെല്ലാം നിസ്സാര അവനക്ക് പിന്നെ വ്യഭിചാരം സമസ്യ ആവില്ലേ ബഡ്ഡി സമസ്യ ആവില്ലേ അവന് പിന്നെ നിസ്കരിക്കാണ്ടിരിക്കുന്ന സമസ്യ ആവില്ലേ അവന് കളവ് ചൊല്ലത് പിന്നെ സമസ്യ ആവില്ലേ. എന്തേ കാരണം അവൻ പിടിച്ച ചങ്ങായിയുടെ കാരണം കൊണ്ട്. ഇത് വലിയ വിഷയമായിട്ടിക്കട് ഖുർആൻ പ്രതിപാദനാക്കട് വലിയ വിഷയമായിട്ടിക്കട് ഞാൻ ആരെ ചങ്ങായി പാടാക്കും നാനാക്കിയ ചങ്ങായിരെ കൊണ്ട് നാ സോത്തുകൊണ്ടേ നാളെ ചൊല്ലുകൊണ്ട് കൊണ്ട് ഞാൻ എന്ത് ചങ്ങായിട്ട് കുടുങ്ങിപ്പോയേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്ട് ഓർമ്മയാക്കേണ്ടുള്ളൂ എന്തിനെങ്കിൽ ഈമാനിൽ പിന്നെ നിങ്ങൾ ഈമാൻ കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയാൽ പിന്നെ ഞങ്ങാക്കൊണ്ടായ കണികത്ത് ഒന്നാമത്തെ സ്വറ നല്ല ഒരു സ്വാലിഹായ ഒരാളെ ചങ്ങായി പാടാക്കണം.
നല്ല ആളെ ചങ്ങായി പാടാക്കും. നല്ല ആളെ ചങ്ങായി പാടാക്കുനി നമുക്ക് എന്തിനു പേരിക്കരുത്? നിങ്ങൾ നല്ല സ്വാലിഹായി ഇബാദത്തുണ്ട്, അള്ളാഹുടെ പേടിക്കൽ കണിക്കത്തി, ഹറാമിനെ തൊട്ട് ജാഗ്രത ആക്കി കണിക്കത്തി. അങ്ങനത്തെ ആൾമാരെ ചങ്ങായി പാടാക്കണോ ചൊന്നിട്ടായിട്ടിക്കടേ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നതും അതായിട്ടിക്കടേ. ലിയകൂന അവ്വലു ഷൈഇൻ തക്സിബുഹു ബഅദൽ ഈമാൻ ഖലീലൻ സ്വാലിഹാ. സ്വാലിഹായിട്ടുള്ള ഒരാളെ നിങ്ങൾ തയ്യാറാവും. നല്ല ഒരാളെ ചങ്ങായി പാടാക്കും. അതുകൊണ്ടിട്ട് ഒരു 10 നിമിഷമെങ്കിലും പളക്കരിയ തയ്യാറാവും. ചങ്ങായി പാടാക്കും സഹായത്താവും. അത് ഞങ്ങൾ നല്ല കഴിച്ചുള്ളതായിട്ടിക്കടേ. കാറയ്ക്ക് കർജൂറ മറ പോലെ തണല് കിട്ടൂ, അല്ലെങ്കിൽ തിന്നോ കിട്ടൂ. എന്തില്ല മറ ചത്തുപോയെങ്കിൽ അതിൽ മുരിക്കോത്തിൽ പീസ് മറ കിട്ടൂ. തെങ്ങിന്റെ മറ പോലെ, കർജൂറത്തെ മറ പോലെ. അപ്പോ നല്ലതായിട്ടിക്കടേ. ഇപ്പൊ നാ ചൊന്ന അതിപ്രധാനമായ നല്ലാവുകളുടെ അതിപ്രധാനമായ വിഷയങ്ങളെ താൻ ഇപ്പൊ ഓർമ്മയാക്കി തന്നെ. ഇനി നാണ് ജാസ്തി നാണ് വിശദീകരിച്ചുകൊണ്ട് പോകണ്ടില്ല. ആയെങ്കിലാ നല്ലാവുക തീർമാനാക്കണത് ഞങ്ങളെ അബ്ബ ഉമ്മല്ല. ഞങ്ങൾ നല്ലാവണ തീർമാനാക്കണം ഞങ്ങളെ പെഞ്ഞായിമാരല്ല. ഞങ്ങൾ നല്ലാവനോണ്ട് തീർമാനാക്കണേ ഞങ്ങളെ മക്കളല്ല. ഞങ്ങൾ നല്ലാവണോ ഞങ്ങമേ തീർമാനാക്കണം. നല്ലായിട്ടില്ലേ അത് വേറെ വിഷയമാണ്. പതിവായിട്ട് ഞങ്ങൾ നല്ലാവുകളെ കണിക്കത്തെ എല്ലാ മാർഗങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനം നാവുടെ ജാഗ്രത ആക്കുന്നതായിട്ടിരിക്കണേ. ഞങ്ങളെ തടിയില് ഒലിമ്പോ അവയവം തല, ഞങ്ങൾ ബുദ്ധി ഞങ്ങൾ ആലോചനാക്കിയിട്ട് തല, ബ്രെയിൻ, ഞങ്ങളെ മൈൻഡ് ഒന്ന്. രണ്ടാമത്തത് കാത്, മൂന്നാമത്തത് കണ്ണ്, നാലാമത്തത് നാവ്, പിന്നെ ഹാർട്ട് 5, പിന്നെ അപ്പുറം കൈ 6, അതിൽ പിന്നെ പോയെങ്കിൽ ബയറ് 7, പിന്നെ ഉണ്ടല്ലേ ഗുപ്താംഗ ഭയാനകമായത് 8, പിന്നെ കാൽ ഒലിമ്പോ. കേക്കടേ, ഈ ഒലിമ്പോ അവയവം പടച്ചോണുക്ക് നാൻ തപ്പാക്കിട്ടില്ലാണ്ട് ചെന്നിട്ടുള്ള ഒരു ഉറപ്പ് ഉള്ള എത്ര ആൾമാർ നിങ്ങളെ കൂട്ടത്തിലേക്കുക. ഒലിമ്പോ ബസ്തു നിങ്ങളെ തടിയുടെ കാലി ഒലിമ്പോ ബസ്തു അള്ളാഹു തന്നത് നിങ്ങൾക്ക് ഇതിരെ അള്ളാഹുടെ പൊരുത്തത്തിലാക്കിയിട്ട് ജീവിക്കും. അത് സാധ്യമില്ലാണ്ട് കണ്ടെങ്കിൽ നാ ചൊന്നില്ലേ തന്റെ ശത്രുവാറ് ഈ ഒലിമ്പോ അംഗാംഗായിട്ട് ഈ ഒലിമ്പോ അംഗാംഗത്തെ സമാപിച്ചോളതോ സാധ്യ ആവുടായില്ലേ. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടില്ലേ. എന്നെങ്കിൽ ഈ ഒലിമ്പോ അവയത്തിൽ ഒലിമ്പോ വിഷയം ചൊല്ലുകിന്ത് നക്കി വിഷയം മാറ്റർ അത്ര റെഡിയാക്കിയതാണ്. പക്ഷെ നാ ചൊല്ലല്ലേ പോകണ്ടല്ല. ഒലിമ്പോ വിഷയം ഒന്ന് ചൊല്ലേ അതിപ്രധാനമായ ഒന്ന്. എത്ര കണ്ട് നാവുടെ അടക്കി വെച്ചാറ് അത്ര കണ്ട് നമുക്ക് സലാമത്ത്, അത്ര കണ്ട് സലാമത്തുണ്ട്. ഒരു ചെറിയൊരു വിഷയത്തെ പോലും നിസ്സാരമാക്കണ്ട. മോമിനായ ഒരാൾ, ഈമാനുള്ള ഒരാളെ ഒരു ചെറിയ പലക്കം കൊണ്ട് എത്രമോ വലിയ നഷ്ടം ഉണ്ടാവുമുണ്ട്. ഒരു സംഭവം മാത്രം നിങ്ങൾക്ക് ചൊന്നുകൊണ്ടുള്ളേ. വ്യഭിചരിച്ചു പോയിട്ട് നബിരൊട്ടുക്ക് വന്നിട്ട് ചൊല്ലോടോ, യാ റസൂലല്ലാഹ് തഹിർനീ, നണ്ടിൽ ബടക്ക് വന്നു പോയിട്ട് റസൂലേ നന്റെ ഒന്ന് നിങ്ങൾ ശുദ്ധിയാക്കുന്നു റസൂലേ. നബി ചൊല്ല് നിങ്ങ പോവറൂ, പോയിട്ട് നിങ്ങ തൗബ ചെയ്യറൂ, നിങ്ങ ഇസ്തിഗ്ഫാർ ചെയ്യറൂ ചൊന്നുണ്ട് കടത്തറ്. രണ്ടാമത് പണ്ട് യാ റസൂലല്ലാഹ് തഹിർനീ, അപ്പൊ നബി ചൊല്ല് പോറൂ നിങ്ങ തൗബാക്കി വരും. മൂന്നാമത് പണ്ട് അപ്പം ചൊല്ലോ തൗബാക്കി വരും. നാലാമത് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ കേക്കട്, എന്തിരെ നീ എന്താക്കിയറി? നബിയേ സനൈതോ, നക്ക് വ്യഭിചാരം സംഭവിച്ചു പോയിട്ട്. ആ സമയത്തിലായിട്ടിക്കിട് റസൂൽ ചൊല്ലത്, ഇല്ലമായിസേ നീ നോക്കിയതായിരിക്കാം, നിങ്ങൾ തൊട്ടത് മാത്രമായിട്ടിക്കോ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പർശം മാത്രം മുത്തിയത് മാത്രമായിട്ടിക്കോ, നിങ്ങൾ പോവറുമായിസേ അവസരങ്ങൾ അല്ലാഹു റസൂൽ കൊടുത്തോ. പക്ഷെ ഇല്ല, ദൃഢമായി നിന്നത് നക്ക് നിന്റെ തടിനെ ശുദ്ധിയാക്കിട്ടേ വേണു. അങ്ങനെ അതാ ഒരാള് നിർബന്ധമായിട്ട് അവന്റെ മനസ്സിനെ അവന് വ്യഭിചരിച്ചിരാ ചൊന്നിട്ട് അവന് സുബൂത്താക്കിയാൽ പിന്നെ അവിടെ ശരീഅത്ത് പ്രകാരം അവിടെ ഹദ്ദടിക്കേണ്ടിയുണ്ട്. അങ്ങനെ അതാ മാഇസ് റളിയല്ലാഹു അൻഹുടെ അവിടെ ഹദ്ദടിക്കപ്പെട്ട് അങ്ങനെ കല്ലെറിഞ്ഞിട്ട് അവിടെ കൊല്ല് കടിക്കുന്ന ഒരു സന്ദർഭം അവിടെ സ്വഹാബക്കൽപ്പെട്ട
രണ്ടാൾ എന്താക്കരു രണ്ട് സ്വഹാബി മാറി അങ്ങ് പലക്ക പറഞ്ഞു പോയറി എന്തിനെ ഇയാളത്തിൽ ജാഗ്രത ആക്കിയിടെങ്കിൽ നബി ഇത്തരമുള്ള ചാൻസ് കൊടുത്തിട്ട് 4 വട്ട വന്നപ്പം തിരിച്ചു കടത്തിട്ട് അങ്ങനെ പിന്നും ചൊന്തോ നിങ്ങൾ തൗബാക്കർ മടങ്ങി പോറു ചൊന്നുണ്ടോ അയാൾക്ക് രക്ഷപ്പെടാൻ സലാമത്താവാന്ത് പക്ഷേ നേരെ ചൊന്നത് കൊണ്ട് അയാൾക്ക് നായിന്റെ കല്ലെറിയും പോലെ അയാളെ കല്ലെറിഞ്ഞിട്ട് ഇവിടെതാ മരിക്കേണ്ടി ബന്ധല്ലേ ചൊന്നുണ്ടോ അക ചൊന്നുപോയറി ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ചൊന്നതല്ല. അങ്ങനെ ഈ പലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേക്കട് ആ പലക്ക കേട്ടപ്പോ അങ്ങനെ അതാ സ്വഹാബിമാരും നബിയും ഇങ്ങനെ ആ ശിക്ഷ കടന്നല് പിന്നെ ഒരു തെരുള് പോകുമ്പോത്തുകയും അവിടെ വെച്ചിട്ട് ഒരു ചീഞ്ഞ് നാരകണിക്കത്തെ ഒരു കത്തടെ ഒരു ശവം ഒരു ചക ആ ചകത്തെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലടോ ഇതാ ഈ കത്തര ഇറച്ചിനെ നിങ്ങൾ തിന്നോറുണ്ട് ഈ ചത്ത ചീഞ്ഞ് നാരെ ഇതിനെ തിന്നോറ് നിങ്ങൾ എന്ത് നബി എന്ത് നിങ്ങാണ് ചൊന്ന് അല്ല മായിസ് അത്ര വലിയ തൗബ ഹദ്ദടിച്ചിട്ട് കൊല ചെയ്യപ്പോ ഒരു വ്യഭിചാരത്തിലുള്ള ഹദ്ദ് അവിടെ തീന്ത് അയാളെ സ്വർഗത്തിൽ സരോവരത്തില് മുങ്ങിക്കളിച്ചുകൊണ്ടുണ്ട് അയാളെ ಬಗ್ಗೆ നിങ്ങൾ വേണ്ടാത്തത് ചൊന്നറി അതുകൊണ്ട് നിങ്ങൾ അതിനെ കാട്ടി ഈ കത്തരി ചീഞ്ഞാറ് ചകത്തെ തിന്നല് നല്ലത് നിങ്ങൾ ഭാര്യ മോശാക്കിയറി എത്രമാത്രം ഗൗരവമുണ്ട്. അതുപോലെ സൽമാൻ റളിയല്ലാഹു തആല ഒരു യാത്ര പോകുമ്പോ സൽമാൻ റളിയല്ലാഹു പാവത്തെ ആള് ഫക്കീർ നബിക്കൊരു സ്വഭാവമുണ്ട് ചില ഉള്ള കൊണ്ട് ഇട്ടുമുട്ട കടത്തിരി എന്തെങ്കിലും ചോറ് കറിയാക്കിയിട്ട് എന്നെ ഒട്ടിയ തിന്നത് അങ്ങനെ 2 സ്വഹാബിമാരെ മുട്ട ഈ സൽമാന്റെ കടത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹുടെ അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട് ഇതിൽ ഉറങ്ങിപ്പോയിട്ട് അവിടെ വേണ റൊട്ടി അത് ഇതിലാക്കുക സാധ്യമായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല അവർക്ക് റൂം ടെന്റിൽ എന്തും ഇല്ല. അപ്പൊ അങ്ങനെ ചെന്നേരം നബിയുടെ മുട്ട ടെന്റിൽ എന്തെങ്കിലും ഉണ്ടാ പോയി നോക്കി പറഞ്ഞു അവിടെ നോക്കുമ്പോ അവിടെ എന്തും ഇല്ല എല്ലാം കാലിയായിട്ട്. പിന്നെ നബി തങ്ങ് എന്താക്കിയത് ഉസാമ റളിയല്ലാഹു അൻഹുടെ മുട്ട കടത്തിട്ട് അവിടെ എന്തെങ്കിലും ബാക്കിയായിടാ റൊട്ടി മാത്രം ബാക്കിയായിടാ അതൊന്നത്തിൽ കൊടുക്കും നോക്കുമ്പോ അവിടെ ഇല്ല. എവിടെ ഇല്ലാണ്ടാകുമ്പോഴത്തേക്കോ ഈ 2 ആൾമാർ എന്തിനെ ചെന്നിറങ്ങുന്നുണ്ടാ നിങ്ങളെ ഉണ്ടല്ലേ നല്ല തണ്ണിയുള്ള കിണറ്റിലെ മുട്ട കടത്തി അവിടെ തണ്ണി ആരി പോകും ഏനെ ഞങ്ങൾ ചൊല്ലൂല്ലേ ചങ്ങായിമാർ ചില ചങ്ങായിമാരെ ಬಗ್ಗೆ നീനപ്പ ಬಂದ್ರೆ കൊട്ട പിടിച്ചവണു ഇനിവിടെ കിണറ്റിൽ തണ്ണി ആരി പോകുന്നുണ്ട് ചൊല്ലൂല്ലേ ഞങ്ങളെ പലക്കത്തിന് സാധാരണ അങ്ങനെ ഒരു നല്ല തണ്ണിയുള്ള സമീഹായ ഒരു തണ്ണിയുടെ കിണറ്റിലെ മുട്ട പോയെങ്കിൽ ആ കിണറ്റ് തണ്ണി ആരി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഈ വിഷയം തിരഞ്ഞിട്ട് മാത്രമല്ല ഉസാമ റളിയല്ലാഹു അൻഹു ഇല്ല ചൊന്നില്ല ഔട്ടില് ഇല്ല ചൊന്നില്ല അപ്പൊ അങ്ങ് ചൊന്നറി അയാൾ ഇന്നിട്ട് വെറുതെ കളവ് ചൊന്നറിയുണ്ട് വെറുതെ ചൊന്നറി കളവ് ചൊന്നറിയുണ്ട് ഞങ്ങൾ ചൊല്ലല്ലേ ചിലതല്ല ഞങ്ങളുടെ അഭിപ്രായ പ്രകാരം ഊഹിച്ചിട്ട് ചൊല്ലല്ലേ അത് വെറുതെ കായിട്ടേക്കൊണ്ട് ഇങ്ങനത്തെ പലക്ക പോലും ഭാര്യ അനാഹുതം ഉണ്ടാക്കണേ എന്തിനു ചൊന്ന 2 ഈ ആൾമാർ 2 ആൾമാർ ചൊന്ന പലക്ക എന്തിന് ഒന്നും ഇല്ല ചൊല്ലും അത് വെറുതെ ചൊന്നറി ഇന്നിട്ട് ഇല്ലാൻ ചൊന്നറിയുണ്ട് അത്രയും കളവ് ചൊന്നറിയുണ്ട് ഒന്നും. 2ാമത്തേതോ ഇയാള് എവിടെ കടത്തിയെങ്കിലും അവിടെ തണ്ണി ആരി പോകും ചൊന്നത് അങ്ങനെ അങ്ങ് 2 ആളും നബിയെ മുട്ട ബണ്ടറ് വന്നിട്ടാമത്തുകോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് മാലിയറോ ഖൽറത്തുൽ ലഹ്മി ഫി അഫ്വാഹികുമാ നിങ്ങളെ ബായിൽ പച്ച ഇറച്ചി കണ്ട് ചാരയും ഇറച്ചും നിങ്ങളെ ബായിൽ കണ്ടുണ്ട് നിങ്ങൾ സൽമാന്റെയും ഉസാമയുടെയും ഇറച്ചി നിന്നുകൊണ്ടുള്ളത് അപ്പൊ ഇറങ്ങി ആയത്തായിട്ട് ആരെ ഭാഗ്യം എന്ന് ഊഹിക്കോ പോകണ്ട എന്തും അനുമാനാക്കോ പോകണ്ട ഗുമാനി വേണ്ട ആന്റെ ഭാഗ്യ പെണ്ണിന്റെ ഭാഗ്യ എന്തും അനുമാനിക്കോ പോകണ്ട വല തജസ്സസു ഗൂഢചര്യയാക്കണ്ട സീക്രട്ട് അറിയോ മെല്ലെ കുട്ടികൾ പോകണ്ട നിങ്ങൾക്ക് ആവശ്യകതയില്ലേ വല യഖ്തബലുകും ബഅദ നിങ്ങൾ പരസ്പരം മനസ്സിൽ ബേജാറാവിടെ പലക്കെ ചൊല്ലണ്ട അയകുലുൽ അഹ്മാഖി മൈതം ഫഖരിതുമോ എത്ര ഗംഭീരത്തിൽ ആയത്തിറങ്ങി നിങ്ങളെ ചങ്ങായിയുടെ ഇറച്ചിൽ നിങ്ങൾ തിന്നറിയത് അപ്പോ ഞങ്ങൾ എത്ര ഇറച്ചി തിന്നുകൊണ്ടുള്ള നാൾക്ക് ಬೇಪಾಟಿಯದು ಕೊರಿಯ ತಿಂದಿನಿ 50 ಗ್ರಾಮ್ 100 ಗ್ರಾಮ್ ಅದು ಡಾಕ್ಟರ್ ಚೊಂದೆಂಗ್ പിന്നെ ഇല്ലേ ನನ್ನ ಜಾಗ್ರತೆ ಮಾಡ್ಕೊಡು ಚೊಂದೆಂಗ್ പിന്നെ ഇറച്ചി ഇല്ല കോലി ഇല്ല
അതിന്റെ വിഷയം ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് വന്ന് എനിക്ക് ചൊല്ലേന്ദ്രിയ നിങ്ങൾ മനുഷ്യന്മാരെ ഇറച്ചി തിന്നു നിൽക്കണ്ട. എന്നെ നല്ല നല്ല ഇറച്ചി ഉണ്ട്, നല്ല ശുദ്ധമായ ഇറച്ചി, അതിരമേ തിന്നുക. നല്ല വേപ്പാട്ടിട്ട് കായ്ച്ചിട്ട സുക്കാക്കിട്ട എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ തിന്നാം. മനുഷ്യന്മാരെ ഇറച്ചി തിന്നോ നിൽക്കണ്ട. എൻ്റെ വിഷയം നാണ് ഈ വിഷയം നിപ്പാട്ടെ എന്തേ ചൊന്നെങ്കിൽ നല്ല കാര്യക്രമം ഉണ്ടല്ലേ. അതുകൊണ്ട് എത്ര ചുരുക്കിയിട്ട് തന്റെ മാറ്റർ ചുരുക്കിയിട്ട് ചൊന്ന കാണിക്കുന്ന വിഷയ തഹജ്ജുദ് മറക്കണ്ട. അത് ഞങ്ങൾ വിജയിക്കുള്ള എനിക്ക് നല്ലൊരു മാർഗം. സഹവാസം നല്ല ആൾമാരൊട്ടിಗೆ ಹಾಕೋರು, ಅದರೊಟ್ಟಿಗೆ ಸುಬಯಿ ಮೋಂದಿಗೆ ഒരു കരാറ് പഠിച്ചോണ്ടിട്ട് ನನ್ನ ಈ ಒಲಿಂಬು ಅಂಗಾಂಗತೆ ನಾನು ಸಮತಲೆ ನೋಡ್ಕೊಳ್ದೆ ಚೊಳ್ಳಿ ಕಣಿಕತೆ ഒരു പ്രയത്നം, ഒരു കരാർ. അങ്ങനെ കരാറാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഉള്ള ഇനി എത്ര ആയുസ് ഞങ്ങൾക്ക് ഒന്നില്ല. വയനാട് ജാവ് കിടന്നുറങ്ങിയ സുബയാകുമ്പോ ഇല്ലേ ഇല്ല, അകമില്ല, പൈസ ഇല്ല, ബംഗാറില്ല, വാഹനങ്ങളില്ല, ശാലയില്ല, പള്ളിയില്ല, മനുഷ്യന്മാരേ ഇല്ല, ഇടീ റായമേ ഇല്ല. അപ്പോ കൂടെ അങ്ങനത്തെ ഗുഡ്ഡക ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. അള്ളാഹുക്ക് സാധ്യമുണ്ട്. നിന്റെ ഒട്ടിമേ കീഴിൽ കൊണ്ടോണം, ഞങ്ങൾ നിന്റെ ഒട്ടിമേ കീഴിൽ കൊണ്ടോണം. അള്ളാഹു സാധ്യമുണ്ട്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ല നിയത്താക്കിയിട്ട് നല്ല നല്ല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നല്ല മുന്നോട്ട് പോവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും അള്ളാഹു നമുക്ക് ഖൈർ തന്ന് അനുഗ്രഹിക്കട്ടെ, ഞങ്ങളെ സലാമത്താക്കി തരട്ടെ.